ഫസ്റ്റ് ചാപ്റ്ററിന് പറയുന്ന പോസിറ്റീവ് സൈക്കോളജി അല്ല, സൈക്കോപാത്തോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് ഈ സൈക്കോപാത്തോളജി എങ്ങനെയാണ് ഇവോൾവ് ആയെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ. ഓക്കെ, അപ്പം കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പം മെന്റൽ ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ അതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ പറയും അത് ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാവിന്റെ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ദൈവികമായിട്ടുള്ള എന്തോ സംഭവം ശരീരത്തിൽ കയറിയതാണ്, അല്ലെങ്കിൽ ഡിമോൺസിന്റെ മീൻസ് പൈശാചികമായിട്ടുള്ള ഭൂത പിശാചുക്കളുടെ ഒരു എഫക്റ്റ് കൊണ്ടാണ് ഈ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്നതായിരുന്നു ആദ്യ കാലത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് ആക്ച്വലി മൂന്ന് ടൈപ്പായിട്ട് അവർ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാണ് സൂപ്പർ നാച്ചുറൽ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈനിറ്റിയോ ഡിമോണോ അല്ലെങ്കിൽ സ്പിരിച്വൽ എഫക്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും റീസൺ വഴി, അല്ലെങ്കിൽ പിന്നെ സെലസ്റ്റിയൽ ബോഡി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, മൂൺ, സ്റ്റാർ ആൻഡ് സൺ. ഓക്കെ, അതിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ്. ഓക്കെ, സാറിന് റെക്കോർഡ് ചെയ്യാൻ പറ്റണില്ലേ? ഹലോ. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ വിചാരിച്ചത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് കൊണ്ടായിരിക്കാം വരുന്നത്. അങ്ങനെയാണ് പിന്നെ അതിന്റെ ഒരു ഡിസോർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ എറ്റിയോളജി, പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്സിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തന്നെ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ്. ഓക്കെ, അതിൽ തന്നെ അവര് മൂന്ന് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ടെക്നോളജി, പിന്നെ മൂൺ അല്ലെങ്കിൽ സ്റ്റാർ, പിന്നെ മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടേംസ് ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ വിച്ച് ക്രാഫ്റ്റിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവർ അതിൽ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഭൂതപ്രേത പിശാചുക്കൾ അല്ലെങ്കിൽ അവരുടെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പം അതിൽ തന്നെ ഈ മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ളവർ കാണിക്കുന്ന സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ അത് നല്ല കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ബിഹേവിയർ ഒക്കെയാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ബിഹേവിയർ ആണെങ്കിൽ അതിൽ കയറിയിട്ടുള്ളത് ഒരു ഹോളി സ്പിരിറ്റ് ആണെന്നും, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എല്ലാം നശിപ്പിക്കുന്ന ടൈപ്പ് ഒരു ബിഹേവിയർ ആണെങ്കിൽ അതിലുള്ളത് ഇവിൾ സ്പിരിറ്റ് ആണെന്നും ഇവർ പറയാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇവര് ഹോളി സ്പിരിറ്റ് ആണെന്നും മറ്റേത് ഒരു ഇവിൽ സ്പിരിറ്റ് ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തി. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ഇവർ എന്താ ചെയ്യുന്ന വെച്ചാണെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കേജിലിടും, മീൻസ് ഏതെങ്കിലും കേജിൽ അല്ലെങ്കിൽ റൂമിലിട്ട് അടയ്ക്കും, അല്ലെങ്കിൽ ചെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ ബ്രെയിനിന്റെ അകത്ത് ഹോൾസ് ഉണ്ടാക്കും, അല്ലെ അങ്ങനെ ജീവനോടെ തൂക്കിക്കൊല്ലുക, മണ്ണിട്ട് മൂടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇവർ ചെയ്യുന്നതിന് ഒരു പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തു പോകുന്നോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മൂൺ അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ബോഡീന്റെ എഫക്റ്റ് കാരണമായിരിക്കാം ഇത് വരുന്നതെന്നുള്ള ഒരു തീരുമാനം ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്താൻ വേണ്ടി തുടങ്ങിയത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പൗർണമി അല്ലെങ്കിൽ അമാവാസി, ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ. അപ്പൊ ഈ 15 ഡേയ്സ് കഴിയുന്ന സമയത്തും ഫുൾ മൂൺ വരുന്ന സമയത്ത് പോസിറ്റീവ് കാര്യങ്ങളാണ് സംഭവിക്കാന്നും, ഈ ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി വരുന്ന സമയത്ത് ശുക്ലപക്ഷം കഴിഞ്ഞിട്ട് അമാവാസി വരുന്ന സമയത്ത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഉണ്ടാവാന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തി. ഇപ്പം റീസെന്റ് ആയിട്ട് അമല പോളിന്റെ ഒരു ഇന്റർവ്യൂവിൽ അമല പോൾ പറയണ്ടായി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നല്ല കാര്യങ്ങളൊക്കെ ഫുൾ മൂൺ സമയത്താണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒക്കെ ഒരു വിശ്വാസങ്ങൾ പിന്നെ വരാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നുവെച്ചാൽ മാസ് സൈക്കോജനിക് ഇൽനെസ് എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള MPI എന്ന് പറയും. ഈ മാസ് സൈക്കോജനിക് ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ യൂഷ്വലി ഈ സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ കാണിക്കുക ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും, മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ കാണിക്കാം. പക്ഷെ ഇതിന്റെ കേസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഗ്രൂപ്പ് മൊത്തമായിട്ട് ഇങ്ങനത്തെ ഡിസോർഡേഴ്സ് കാണിക്കാൻ വേണ്ടി തുടങ്ങി. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇവർ ഇംഗ്ലണ്ടിലെ ഒരു ചർച്ചിൽ കോയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള ഒരു നൺ ഈ പൂച്ചകൾ ശബ്ദം ഉണ്ടാക്കുന്ന പോലെ മ്യാവ് എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ അത് ആ ഈ റിമൈനിങ് നൺസ് കൂടെ ഈ സെയിം സൗണ്ട് ഉണ്ടാക്കി.
ഓക്കെ. അപ്പൊ അവിടെ യൂഷ്വലി ഒരാൾക്കാണ് ഈ സിംറ്റം വരുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് പറയാം അത് എന്തെങ്കിലും ജനറ്റിക് കാരണങ്ങളോ എൻവിറോൺമെന്റൽ ബേസിസ് എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷെ ഈ മാസ് ഹിസ്റ്റീരിയ എന്നുള്ള സംഭവം കൂടെ വന്നപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ. പിന്നെ അതിന്റെ ബേസ്ഡ് ആയിട്ട് പിന്നെ റിസർച്ച് ഒന്നും അങ്ങോട്ട് വല്ലാണ്ട് പോയിട്ടില്ല. അപ്പൊ ഇതിന് ഈ മാസ് ഹിസ്റ്റീരിയക്ക് ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഒന്നെങ്കിൽ ഈ എർഗോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗി ഉണ്ട്, അതിന്റെ പോയിസണിങ്ങോ അങ്ങനെ വല്ല റീസൺസും ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ അവർ അവിടെ മെൻഷൻ ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻസിങ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിക്കൽ അവസ്ഥയെ പറ്റിയിട്ടും ജസ്റ്റ് അവരൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് ബയോളജിക്കൽ മോഡൽസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ബയോളജിക്കൽ മോഡൽസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർ ഈ സൂപ്പർ നാച്ചുറൽ പവേഴ്സിന്റെ ഒക്കെ എഫക്റ്റ് അല്ല, ഇത് ബോഡിയിൽ സംഭവിക്കുന്ന ബോഡിയിൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻസിന് ബയോകെമിക്കൽ റിയാക്ഷൻസിന്റെയോ അല്ലെങ്കിൽ ഈ ബോഡി ഫ്ലൂയിഡ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന്റെയോ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അത് ആ ഒരു തിയറി കൊണ്ടുവന്നത് ഹിപ്പോക്രാറ്റ്സ് ആണ്. ഗ്രീക്ക് ഫിസിഷ്യൻ ആയിട്ടുള്ള ഹിപ്പോക്രാറ്റ്സ് ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. ഓക്കെ. അപ്പം അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിൽ 4 ഫ്ലൂയിഡ്സ് ഉണ്ട്. ബ്ലഡ്, ഫ്ലജം, യെല്ലോ ബൈല്, ബ്ലാക്ക് ബൈൽ എന്ന് പറഞ്ഞിട്ട് 4 ഫ്ലൂയിഡ്സ് ഉണ്ട്. ഈ ഫ്ലൂയിഡ്സ് റെഗുലേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന് ഇവർ പറയാൻ വേണ്ടി തുടങ്ങി. ഓക്കെ. അങ്ങനെ ഈ ഫ്ലൂയിഡ്സ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എഫക്റ്റ് ഈ ഡിസോർഡേഴ്സിന്റെ അല്ലെങ്കിൽ ഈ കാണിക്കുന്നതിന്റെ എഫക്റ്റ് കൂടുന്നു കുറയും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തിച്ചേരാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഗെലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോമൻ ഫിസിഷ്യൻ അവരാണ് പറഞ്ഞത് ഈ ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയെ കുറച്ചുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു ഈ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അതൊരു എൻവിറോൺമെന്റൽ കോൺസെപ്റ്റ് ആയിട്ട് ഇവരെ റിലേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. അതുപോലെ ബ്ലാക്ക് ബൈൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഡ്രൈനെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെല്ലോ ബൈൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോയ്സ്ചറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് കോൾഡ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണതെന്ന് പറയാൻ തുടങ്ങി. ഓക്കെ. സോ ആ എൻവിറോൺമെന്റ് ഈ ഫ്ലൂയിഡും എൻവിറോൺമെന്റും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക്കലി മെന്റൽ ഡിസോർഡേഴ്സ് സിംറ്റംസ് കുറയും, ബാലൻസ്ഡ് ആവും എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് ഇവരെത്തി. അങ്ങനെയാണ് ഈ കിങ് ചാൾസ് ആറാമനൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് ഇതേപോലെ ഒരു മെന്റൽ ഡിസോർഡേഴ്സ് വന്ന സമയത്ത് ഇവർ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഒരു റൂറൽ പ്ലേസിലേക്ക് ഷിഫ്റ്റ് അയച്ച് ആ ഒരു കൂൾ ക്ലൈമറ്റിലും അതുപോലെ തന്നെ വോയിസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലൈമറ്റിൽ ഇടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഈ ബോഡി ഫ്ലൂയിഡും ഡയറ്റും എക്സസൈസും ഒക്കെ ഇൻക്യൂസ് ചെയ്തിട്ട് ഇയാളുടെ അസുഖം മാറിയെന്നാണ്, ആ മെന്റൽ ഡിസോർഡർ കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഈ ബോഡി ഫ്ലൂയിഡ്സിന് കുറച്ചും കൂടി ഒരു സ്വീകാര്യത കിട്ടി ഇവരുടെ ഇടയിൽ. അത് കഴിഞ്ഞ് 19th സെഞ്ചുറി ആയ സമയത്ത് JP ഗ്രേയും അതുപോലെ കെപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പേരും അവരാണ് പിന്നെ ഇതിലേക്കൊരു സൈക്കോളജിക്കൽ അപ്രോച്ചിന് കുറച്ചും കൂടി ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയറി ആയിട്ട് വരുന്നത്. അവരും പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഡിസോർഡേഴ്സിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം ആണ് ഈ പിന്നെ ഡിസോർഡേഴ്സ് ഒക്കെ ഏജസുമായിട്ട് കണക്റ്റഡ് ആണെന്നൊക്കെ പറയുന്നതും സ്കീസോഫ്രീനിയന്റെ കുറച്ച് സിംറ്റംസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഈ 11 സബ് ടൈപ്പ് സ്കീസോഫ്രീനിയ ഇദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ആ സ്കീസോഫ്രീനിയയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 20th സെഞ്ചുറി ആയ സമയത്ത് ഇൻസുലിൻ ഷോക്ക് തെറാപ്പി അല്ലെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കൊണ്ടുവന്നു. ഓക്കെ. അപ്പം അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഇൻസുലിൻ തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഇൻസുലിന്റെ അളവ് കൂടുതലായിട്ട് ബോഡിയിൽ ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് സ്കീസോഫ്രീനിയന്റെ സിംറ്റംസിന്റെ കാഠിന്യം കുറയാണ് എന്ന് പറഞ്ഞു വരും. ഓക്കെ. പക്ഷെ അവിടെ ഒരു കുഴപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സ്കീസോഫ്രീനിയ ഉണ്ടാകുന്ന സമയത്ത് ഇൻസുലിൻ അളവ് കൂട്ടുന്ന സമയത്ത് ഇവർ കോമ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെത്ത് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. അത് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ ഡെത്ത് ആവും. ഈ യൂഷ്വലി ഇവർ ഇൻസുലിൻ ട്രീറ്റ്മെന്റ് ഒരു പരിധിയിൽ കൂട്ടി കൊടുക്കുന്ന സമയത്ത് കോമ സ്റ്റേജിലേക്ക് പോയിട്ട് പിന്നെ പേഷ്യന്റ് തിരിച്ച് അവരുടെ ഫസ്റ്റ് ഉള്ള സ്റ്റേജിലേക്ക് തന്നെ കുറച്ചുകൂടെ ബെറ്റർ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട്. സ്കീസോഫ്രീനിയയുടെ മുന്നിൽ കാണിച്ച അത്രയും സിംറ്റംസ് അവിടെ കാണിക്കുന്നില്ല.
അങ്ങനെ അവിടെ ഇൻസുലിൻ തെറാപ്പിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അത് കൂടുതലായിട്ട് അവർ എൻകറേജ് ചെയ്തില്ല, കാരണം അവിടെ ഒരു ഡെത്തിന്റെ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഈ സീഷർ അല്ലെങ്കിൽ അപസ്മാരമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ പേഷ്യൻസിന് അപസ്മാരം ഉണ്ടാവുന്ന പേഷ്യൻസ് കാണിക്കുന്ന സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ എന്തെന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ബ്രെയിനിലൂടെ അതേപോലെ ഇലക്ട്രിക് തരംഗങ്ങളെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കീസോഫ്രീനിയയുടെ സിംറ്റം കുറയുന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിയ അതാണ് പിന്നെ ECT അല്ലെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. അത് ഇപ്പോഴും പ്രാധാന്യമുള്ള ഒരു തെറാപ്പിയാണ്. ആ തെറാപ്പിയിലേക്ക് എത്തിച്ചേർന്നത്. അതൊക്കെ നടക്കുന്ന ഇൻസുലിൻ തെറാപ്പിയും ഇൻസുലിൻ ഷോക്ക് തെറാപ്പിയും ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയും ഇത് രണ്ടും വരുന്നത് ഈ 20th സെഞ്ചുറിയിലാണ്. മാൻഫ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിനീസ് ഫിസിഷ്യനാണ് ഈ രണ്ട് ടെക്നോളജീസും ഇൻസുലിൻ തെറാപ്പി കൊണ്ടുവരുന്നത്. പിന്നെ ജേസൺ ലെഡൂണിയാണ് എന്താ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അല്ലെങ്കിൽ ECT കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ 20th സെഞ്ചുറിയിലാണ് പിന്നെ സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അതുവരെ ഈ ഇങ്ങനെ മെന്റൽ ഡിസോർഡേഴ്സ് കാണിക്കുന്ന ആൾക്കാരെ ഇഡിയറ്റ്സ് എന്നും ലുനാറ്റിക്സ് എന്നും അങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ട് വിളിച്ചിട്ട് ഇവരെ ഇൻസൈൻ അസൈലത്തിൽ അതെന്ന് വെച്ചാൽ ഭ്രാന്താലയങ്ങളിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിക്കും. അവിടെയാണ് പിന്നെ ഈ മെന്റൽ ഹൈജീനിന്റെയും അതുപോലെ തന്നെ ഒരു മോറൽ അപ്രോച്ചും ഈ ഇങ്ങനെയുള്ള പേഷ്യൻസിനോട് നമുക്ക് കാണിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ അതിൽ വില്യം ടൂക്ക്, ബെഞ്ചമിൻ റഷ്, പിന്നെ ഡോർത്തിയ ഡിക്സൺ ഇങ്ങനെ കുറച്ച് സയന്റിസ്റ്റുകളുണ്ട്. ഈ സൈക്കോളജി പരമായിട്ട് ഈ ഡിസോർഡേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ. അവരാണ് പിന്നെ ഈ അസൈലങ്ങളുടെ ഡെവലപ്മെന്റും അവിടെ ഇപ്പം ഒരു മെന്റൽ ഡിസോർഡർ ഉള്ള ഒരു പേഷ്യന്റിന് യൂഷ്വലി വീട്ടിൽ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റിനേക്കാളും ബെറ്റർ ആയിട്ട് പുറമേ ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. പുറമെ ഇൻ ദ സെൻസ് ഹോസ്പിറ്റലിന് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ള ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് യാഥാർത്ഥ്യത്തിൽ കിട്ടും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഇവരാണ്. അങ്ങനെ അവിടെ ഈ ഇങ്ങനെ മെന്റൽ ഡിസോർഡേഴ്സിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന ആൾക്കാരെ അവരെ വീടുകളിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഇൻസൈൻ അസൈലം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നെ അവർ അതിന് അവിടെ ഒരു അസോസിയേഷൻ ഒക്കെ രൂപീകരിക്കുന്നുണ്ട് അമേരിക്കയിൽ. ഈ അസോസിയേഷൻ പിന്നെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്ന AP ആയിട്ട് മാറുകയാണ്. ഓക്കെ, അവിടെ നിന്ന് പിന്നെ ഇവർക്ക് ഫിസിക്കൽ എൻവിറോൺമെന്റും ഇങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ട ഫിസിക്കൽ എൻവിറോൺമെന്റും അതുപോലെ തന്നെ മെന്റൽ വെൽബീയിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ്, ഒരു മോറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതൊക്കെ നടക്കുന്നത് ഈ 1745 ആ ഒരു പിന്നെ 1800 ഈ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ ഒരു സയന്റിഫിക് രീതിയിൽ ഈ പേഷ്യൻസിനെ കുറച്ചെങ്കിലും ഈ ഒരു വാല്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റൽ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. ആദ്യം ആൻഷ്യൻ സമയത്ത് ഇത് എല്ലാ ഡിസോർഡേഴ്സും വരുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ബിലീഫിന്റെ കാരണമാണ്, അങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം വിച്ച് ക്രാഫ്റ്റ്, ഡെമോളജി ആ ഒരു കോൺസെപ്റ്റിൽ എടുക്കാൻ തുടങ്ങി. ഇൻ ബിറ്റ്വീൻ മൂൺസിന്റെ, സ്റ്റാർസിന്റെ, സെലസ്റ്റിയൽ ബോഡീസിന്റെ എഫക്ട് കൊണ്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബയോളജിക്കൽ മോഡൽസ് വന്നു. അതില് ഹിപ്പോക്രാറ്റ്സിന്റെ, ഗില്ലിന്റെ ഇവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ മെന്റൽ അസൈലത്തിന്റെ ഫോർമേഷൻസും പിന്നെ 20th സെഞ്ചുറിയിൽ ഇൻസുലിൻ ഷോക്ക് തെറാപ്പിയും ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയും വന്നു. അത് കഴിഞ്ഞ് ഈ മെന്റൽ അസൈലത്തിൽ കുറച്ചുകൂടെ മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇവിടെ നിന്ന് തൊട്ടിട്ടാണ് പിന്നെ ഇത്രയും എത്തിയതിനു ശേഷമാണ് പിന്നെയാണ് ഈ ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വരുന്നത്. സൈക്കോ അനലറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഞ്ച് തന്നെ വരുന്നത് പിന്നെയാണ്. ഒരു 1990കളിലൊക്കെയാണ് ഈ ഒരു സൈക്കോ അനലിറ്റിക് എന്നുള്ള ബ്രാഞ്ച് വരുന്നത്. അവിടെ പിന്നെ ഫ്രോയിഡ് നമ്മുടെ ഈ ഇങ്ങനെ പേഴ്സണാലിറ്റിനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു വളരുന്ന സമയത്ത് അവർ അവരുടെ പാരന്റിനെ ഡിപ്പെൻഡ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളായിട്ട് മാത്രം, ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. അവിടെ നിന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരാൾ മാത്രമായിട്ടാണ് അവിടെ കൺസിഡറേഷൻ ഉണ്ടാവുക. പിന്നെ ഈഗോ ഒരു സ്റ്റേജ് ഒക്കെ ഡെവലപ്പ് ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ ഡെവലപ്പ് ആവും. ഓക്കെ,
അപ്പം അത് കഴിഞ്ഞ് പിന്നെ വരുന്ന സ്റ്റേജ് ആണ് സൂപ്പർ ഈക്കോ. സൂപ്പർ ഈക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ സോഷ്യലൈസേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ നമ്മൾ മോറൽ പ്രിൻസിപ്പിൾസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പം എപ്പോഴും ഈ ഒരു പേഴ്സണാലിറ്റിനെ ഇതിന്റെയും ഈ സൂപ്പർ ഈക്കോന്റെയും ഇടയ്ക്ക് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പിന്നെ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു പേഴ്സൺ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ കോൺഷ്യസ്നെസ് മുഴുവൻ അവർ കൊടുക്കുക ഈ ഇൻ ബിറ്റ്വീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. അതിന്റെ ഇടയിലുള്ള കോൺഫ്ലിക്ട്സുകളാണ് പിന്നെ ഈ പേഴ്സണൽ മെന്റൽ ഡിസോർഡേഴ്സിനൊക്കെ കാരണമാവുന്നതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രോയിഡ് തന്നെയാണ് 3 ടൈപ്പ് കോൺഷ്യസ്നെസ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ സ്റ്റേജസിനെ അദ്ദേഹം കോൺഷ്യസ് സ്റ്റേജ് എന്നും പ്രീ കോൺഷ്യസ് സ്റ്റേജ് എന്നും അൺകോൺഷ്യസ് സ്റ്റേജ് എന്നും ആക്കിയിട്ട് 3 ഡിവൈഡ് ചെയ്തു. കോൺഷ്യസ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു കാര്യം കാണുന്ന സമയത്ത് നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നത്, ഓക്കെ, നമ്മുടെ ഫീലിങ്സ്, അതുപോലെ ഫാന്റസീസ്, പിന്നെ നമുക്ക് എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് അതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ആലോചിച്ച് റിപ്ലൈ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കോൺഷ്യസ് സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിനെ കോൺഷ്യസ് എന്നും പിന്നെ പ്രീ കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് അദ്ദേഹം പറഞ്ഞു. പ്രീ കോൺഷ്യസ് പറഞ്ഞിട്ടാണ് നമ്മളത് അതിനൊരു റിപ്ലൈ കൊടുക്കാനോ ഒരു അറ്റൻഷൻ കൊടുക്കാനോ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഒന്നും എടുക്കില്ല. എപ്പോഴോ നടന്നൊരു കാര്യം നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി സ്റ്റോർഡ് ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഒരു റിപ്ലൈ രൂപത്തിൽ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചോദിക്കുകയാണ് വീട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിപ്പോ അത് പഠിച്ച് ആലോചിച്ച് അങ്ങനെ സ്പെല്ലിംഗ് ഓർത്ത് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആലോചിക്കാണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം പറയും. നമ്മൾ മെന്റലി അവിടെ ഒരു എഫേർട്ട് എടുക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള ഒരു ഇതിനെ പ്രീ കോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ വരുന്നതാണ് അൺകോൺഷ്യസ്. നമ്മുടെ ഡെവലപ്മെന്റിന് മൊത്തം 5 സ്റ്റേജിന് ആനൽ സ്റ്റേജ് എന്നും, 3-മത്തെ സ്റ്റേജിന് ഫാലിക് സ്റ്റേജ് എന്നും, 4-മത്തതിന് ലാറ്റൻസി സ്റ്റേജ് എന്നും പറയും. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ആണ് ജെനൈറ്റൽ സ്റ്റേജ്. ഓക്കെ, അതിൽ ഈ ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ജനിച്ച അപ്പം മുതൽ 1 വയസ്സ് വരെയുള്ള സമയത്തിനെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഓറൽ സ്റ്റേജ് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും അതെന്താകും, നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഹാബിറ്റ്സ് ക്രിയേറ്റ് ആവാൻ വേണ്ടി കാരണമാകും. ഓക്കെ, ഇപ്പം ഈ ഓറൽ സ്റ്റേജിൽ നമ്മുടെ ഈ സക്കിങ് ഉണ്ടല്ലോ, ബ്രസ്റ്റ് സക്കിങ് അല്ലെങ്കിൽ ബോട്ടിൽ സക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്നത് ഈ ഓറൽ സ്റ്റേജില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് ജനിച്ച മുതൽ 1 ഇയർ വരെയുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള സ്റ്റേജിലാണ് ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ ഈ ഫ്രൂയിഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കറക്റ്റ് ആ സമയത്ത് ഒരു ജനിച്ച സമയം മുതൽ ഒരു 1 ഇയർ വരെ കറക്റ്റ് ഫീഡിങ്ങോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ബർത്ത് ടു 1 ഇയർ എന്നാണ് ഞാൻ എഴുതിയത്. ആനുവൽ സ്റ്റേജ് ആണ് 1 to 3 ഇയേഴ്സ് ഇൻ ബിറ്റ്വീൻ ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഓറൽ സ്റ്റേജിന് അങ്ങനെ പറയുന്നത്. അപ്പം ഈ കറക്റ്റ് സ്റ്റേജിൽ ഈ 0 to 1 ഇയർ പ്രോപ്പർ ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങോ അല്ലെങ്കിൽ അത് ഫീഡ് ചെയ്യാനുള്ള ബോട്ടിൽ ഫീഡിങ്ങോ അങ്ങനെ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾ അവരുടെ തമ്പ് സക്ക് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഫിംഗർ നെയിൽ, നഖം കടിക്കുന്ന ശീലങ്ങളൊക്കെ ഡെവലപ്പ് ഫിംഗർ നെയിൽ ബൈറ്റിംഗ് ഒക്കെ വരുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ അവിടെ പറയുന്ന പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ ചെറിയ കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു നഴ്സറി അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേജിലൊക്കെ എത്തുന്ന സമയത്ത് ഇവർ പെൻസിൽ ച്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്മോക്കിംഗ് ലേറ്റർ അഡോളസെൻസ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അഡോളസെൻസും ഓൾഡ് ഏജിലൊക്കെ ഇവർ സ്മോക്കിംഗ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ കറക്റ്റ് ഓറൽ സ്റ്റേജിൽ അത്രയും ഈ മൗത്തിനുള്ള ഡെവലപ്മെന്റ്, സക്കിംഗ് ഡെവലപ്മെന്റ് അത്രയും നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ആവുന്നതെന്നാണ് ഫ്രൂയിഡ് പറയുന്നത്.
പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് കോൺട്രവേഴ്സീസ് ഒക്കെ വന്ന സമയത്ത് അതിങ്ങനെയല്ല, നമ്മുടെ പിന്നെ ഉണ്ടാവുന്ന ഡെവലപ്മെന്റിന് ഈ ഓറൽ സ്റ്റേജിന് ഡിപ്പെൻഡൻസി ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ്സ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സൈക്കോസെക്ഷൽ സ്റ്റേജസ് തള്ളി പോകാനുള്ള ഒരു മെയിൻ റീസൺ ഇതായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഓറൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് പിന്നുള്ള ലേറ്റസ്റ്റ് സ്റ്റേജുമായിട്ട് കണക്ഷൻ ഇല്ല എന്നാണ് പിന്നെ വന്ന തിയറീസ് ഒക്കെ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ആണ് ആനൽ സ്റ്റേജ്. ഈ ആനൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 1 to 3 ഇയർ, ഒരു 3 വയസ്സ് വരെയാണ് ആനൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആനൽ സ്റ്റേജിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവര് മുട്ടിൽ എഴയാൻ വേണ്ടി തുടങ്ങുന്ന പ്രായമാണ് ആനൽ സ്റ്റേജ്. അതേ സമയത്ത് തന്നെ ഇവരുടെ ഫീക്കൽ മാറ്റർ ഹോൾഡ് ചെയ്യാൻ, അത് റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നതും ആ ഒരു സ്റ്റേജിലാണ്. നമ്മൾ ബാത്റൂം ട്രെയിനിങ് ഒക്കെ പിള്ളേർക്ക് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ആനുവൽ സ്റ്റേജാണ്, ഏകദേശം 1 to 3 ഇയേഴ്സ് വരെ. അതിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. കാരണം കുട്ടികൾക്ക് അത് മേ ബി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാണ്ട് പോകും. ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പാരന്റ്സ് അവരുടെ സ്കോൾഡ് ചെയ്യും ആൻഡ് പണിഷ്മെന്റ് കൊടുക്കും. സോ ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്റ്റേജിലാണ് പാരന്റ്സും കുട്ടികളായിട്ടുള്ള ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ലേറ്റസ്റ്റ് ആനുവൽ സ്റ്റേജ് കഴിയുന്ന സമയമാകുമ്പോഴേക്കും ഇവരുടെ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ഈ ബെഡിൽ മൂത്രമൊഴിക്കുന്ന ശീലം ഇങ്ങനെയുള്ള സ്റ്റേജസ് ഒക്കെ അപ്പം കുറച്ചു കാലം അങ്ങനെയൊന്നും ചെയ്യണ്ടാവില്ല, ഇൻ ബിറ്റ്വീൻ ചെയ്യുമായിരിക്കും. സോ ആ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ആനുവൽ സ്റ്റേജിലാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 3 to 6 ഇയറിൽ വരുന്നതാണ് ഫാലിക് സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഈ ഫാലിക് സ്റ്റേജിൽ മെയിൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അച്ഛന്റെ അടുത്ത് ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഈ കുട്ടിക്ക് അമ്മയുടെ അടുത്തൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഡെവലപ്മെന്റ് നടക്കുന്നതിന് ഫാലിക് സ്റ്റേജ് എന്ന് പറയും. പിന്നെ അതിന് രണ്ടായിട്ട് പറയുന്നുണ്ട്, എഡിപ്പസ് അതുപോലെ തന്നെ ഇലക്ട്ര കോൺഫ്ലിക്ട്സ് പറഞ്ഞിട്ട് രണ്ട് ടേംസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ഈ ഡിഫറെന്റ് സെക്സിലുള്ള പാരന്റ്സിനോട് ഇഷ്ടം കൂടുന്നതിനൊപ്പം തന്നെ സെയിം സെക്സിലുള്ള പാരന്റ്സിനോട് ഒരു ഹോസ്റ്റാലിറ്റി തോന്നും. ഇപ്പൊ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് അച്ഛനോട് ഒരു ചെറിയ ദേഷ്യം, അങ്ങനെ അവർ ചെയ്യണതിന് കുറച്ച് എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ നടക്കും. അമ്മമാരുടെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നും. അതേപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അമ്മമാരെ ക്രിട്ടിസൈസ് ചെയ്യാനും അമ്മമാരുടെ അടുത്ത് ദേഷ്യം കാണിക്കാനും തുടങ്ങും. അവർക്ക് അച്ഛനോടൊരു കെയർ ഡെവലപ്പ് ആവും. ഇത് പിന്നെ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു 3 to 6 സ്റ്റേജിലാണ്, ഫാലിക് സ്റ്റേജിലാണ് ഇങ്ങനെ നടക്കുക. പക്ഷെ അത് പിന്നെ ഈ ഫെമൈൻ ക്യാരക്ടർ ഒക്കെ ഡെവലപ്പ് ആവുന്ന സമയത്ത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് അവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ലാറ്റൻസി സ്റ്റേജ്. ഈ ലാറ്റൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 6 to 11 ഇയേഴ്സിലൊക്കെ, ഒരു 6 മുതൽ 11 വയസ്സ് വരെയുള്ള സ്റ്റേജസിൽ നടക്കുന്നതാണ് ലാറ്റൻസി സ്റ്റേജ്. ഈ ലാറ്റൻസി സ്റ്റേജസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ കുറയാൻ വേണ്ടി തുടങ്ങും. അവരുടെ സൂപ്പർ ഈഗോ മീൻസ് മോറൽ ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചുകൂടെ സോഷ്യലൈസേഷൻ, മോറലൈസേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നടക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ചിലപ്പം ക്ലാസ് കട്ടാവും കേട്ടോ. കട്ടായി കഴിഞ്ഞാൽ ഒന്നുകൂടെ റീജോയിൻ ചെയ്താൽ മതി. ഓക്കെ, 30 മിനിറ്റ്സ് ആണല്ലോ ഉള്ളത്. ഓക്കെ, അപ്പം പിന്നെ വരുന്ന ലാറ്റൻസി സ്റ്റേജസ് ആണ്. അപ്പൊ അതിൽ സൂപ്പർ ഈഗോ ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ ഈ കുട്ടികൾ അവരുടെ സെയിം ഏജിലുള്ള ആൾക്കാരുമായിട്ട് കുറച്ചുകൂടെ പിയർ ഗ്രൂപ്പ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അക്വയർ ചെയ്യുന്നത് ഈ ലാറ്റൻസി സ്റ്റേജിലാണ്. അത് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ് ജെനൈറ്റൽ സ്റ്റേജ്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഇങ്ങനെയുള്ള ഹോർമോൺസിന്റെ ചേഞ്ചസ്, അതുപോലെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് മെൻസ് ആണെങ്കിൽ അവർക്ക് ബിയേർഡ് മോസ്റ്റൈക്ക് ആൻഡ് ഹെയർസ്, ഫേഷ്യൽ ഹെയർസ്, ഹെയർ ഡെവലപ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ആ ഡെവലപ്മെന്റ് കഴിഞ്ഞ് പിന്നെ അത് മാരേജിലേക്കും, പിന്നെ റീപ്രൊഡക്ഷൻ, സെക്ഷുവാലിറ്റി, പിന്നെ ഒരു കുട്ടി ഉണ്ടാവും, ബർത്ത് ഉണ്ടാവും, ആ കുട്ടീന്റെ റയറിങ്, അങ്ങനെ ആ ലൈഫ് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അങ്ങനെയാണ് 5 സ്റ്റേജസ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓറൽ സ്റ്റേജ്, സെക്കൻഡ് ആനൽ, മൂന്നാമത്തത് ഫാലിക്, നാലാമത്തെ സ്റ്റേജ് ലാറ്റൻസി സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ജെനൈറ്റൽ സ്റ്റേജ്. ഓക്കെ, 5 സ്റ്റേജസ് ആണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് ദ ഹ്യൂമൻ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് ആൻസൈറ്റി, ഡിഫൻസ് മെക്കാനിസം,
ഈ ആൻസൈറ്റി തന്നെ 3 തരത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി എന്നതിന്റെ റീസൺസിനൊക്കെ ബേസ് ചെയ്തിട്ട് 3 തരമായിട്ട് പറയുന്നുണ്ട്. അതിനെ റിയാലിറ്റി ആൻസൈറ്റി എന്നും ന്യൂറോട്ടിക് ആൻസൈറ്റി എന്നും മോറൽ ആൻസൈറ്റി എന്നുമായിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റിയാലിറ്റി ആൻസൈറ്റി, ന്യൂറോട്ടിക് ആൻസൈറ്റി ആൻഡ് മോറൽ ആൻസൈറ്റി. ഓക്കെ, അതിലൂടെ മെയിനായിട്ട് സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർക്ക് ഇപ്പം ഒരു ഏണിയുടെ മേളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണു പോകും. സോ മുറിവ് പറ്റും. പിന്നെ ഒരു പെറ്റിനെ വളർത്തുന്ന സമയത്ത് അത് കടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് കൊണ്ട് ഉണ്ടാകുന്ന ആൻസൈറ്റിയാണ് റിയാലിറ്റി ആൻസൈറ്റി എന്ന് പറയുന്നത്. കാരണം അവിടെ അങ്ങനെ ഒരു കോൺസിക്വൻസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ യൂഷ്വലി ഇവർ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ലാഡറിന് മേളിൽ കയറാൻ പേടിയുള്ള ആൾക്കാർ മാക്സിമം അവോയ്ഡ് ചെയ്യും. ഇപ്പൊ ഡോഗ്സിന് പേടിയുള്ള ആൾക്കാർ അതിന്റെ അടുത്തേക്ക് പോവാണ്ട് ആ സിറ്റുവേഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, പിന്നെ വരുന്നതാണ് ന്യൂറോട്ടിക് ആൻസൈറ്റി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ഫിയർ ആണ്. നമ്മൾ അതിൽ ഇവൻച്വൽ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടാവുന്നതല്ല. ഇപ്പം നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് പണിഷ് ആകും, അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറുപ്പത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സെയിം സാധനം ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് ഒരു പേടിയുണ്ടാവും. അതിനെയാണ് ന്യൂറോട്ടിക് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റിഫ്ലക്സ് ആക്ഷനുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ്. പാവ്ലോയുടെ കണ്ടീഷനിങ് ഉണ്ടല്ലോ, അതുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ് ന്യൂറോട്ടിക് ആൻസൈറ്റി. പിന്നെ അതിൽ മൂന്നാമത്തെ വരുന്നതാണ് മോറൽ ആൻസൈറ്റി. മോറൽ ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ മോറൽ കോഡ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ മോറൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഷെയിം ഫീൽ ചെയ്യും. ഇപ്പൊ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു ഷെയിം ഫീൽ ചെയ്യില്ല, അത് മോറൽ അല്ല, അത് സോഷ്യലി സ്യൂട്ടബിൾ അല്ല. അങ്ങനെ ഒരു ആ ഒരു ഷെയിമിനെ, ഒരു ഗിൽട്ട് ഫീലിങ്ങിനെ, അതിനൊക്കെയാണ് മോറൽ ആൻസൈറ്റിയുടെ കൂട്ടത്തിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഈ ടെൻഷൻസും ഈ ആൻസൈറ്റിയും എല്ലാം നമ്മൾ ഈഗോസും എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യും. അത് പല ആൾക്കാരും പല ടൈപ്പിലുള്ള ഡിഫൻസ് മെക്കാനിസം ആയിട്ടും ആയിരിക്കും യൂസ് ചെയ്യുക. അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേസിക് ഡിഫൻസ് മെക്കാനിസം പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ഡിനയൽ, റിപ്രഷൻ, റിഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഇന്റലക്ച്വലൈസേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, സബ്ലിമേഷൻ. ഇങ്ങനെ മൊത്തം ഇത്രയും ഡിഫൻസ് മെക്കാനിസംസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലുള്ള ആദ്യത്തെ ഡിഫൻസ് മെക്കാനിസം ആണ് ഡെനിയൽ. ഫ്രൂയിഡ് ആണെന്ന് പറഞ്ഞത്. ഫ്രൂയിഡിന്റെ ലിസ്റ്റിലുള്ള ഫസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം സ്മോക്കേഴ്സ്, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പുക വലിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാർ ഡിനേ ചെയ്യാണ് സ്മോക്കിംഗ് ഹാനികരാണ്, പക്ഷെ അവരത് സമ്മതിക്കൂല. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ഡിനയൽ. അവരൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. അവർക്ക് അങ്ങനെ അതിനെ എപ്പോഴും എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിനയൽ എന്ന് പറയും. പിന്നെയെന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് വൺ ഇസ് റിപ്രഷൻ. റിപ്രഷൻ ആണ് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഇപ്പൊ ഫോളോ ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ദ കേസിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടു. അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് സാധാരണ യൂഷ്വൽ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പണ്ടുണ്ടായിട്ടുള്ള ആ ട്രോമാറ്റിക് ഇൻസിഡന്റ് മനസ്സിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ആ തോട്ട്സിനൊക്കെ ബെറി ചെയ്ത് വെക്കും. ഓക്കെ, അതിനെ പറ്റി സംസാരിക്കാനോ അങ്ങനത്തെ ഒന്നും ഇവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. ആ ഒരു സ്റ്റേജിനെ പറയുന്നതാണ് റിപ്രഷൻ. ഓക്കെ, ഒരു 5 മിനിറ്റ് മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സസ് പിന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. വീട്ടിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്, അപ്പൊ ഒന്ന് നോക്കിയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹലോ ഹലോ. ഓക്കെ. ഓക്കെ മാം, ഓക്കെ.
വിക്ടിം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള ഒരാള്, അങ്ങനെയുള്ള ഒരാള് ആ മെമ്മറീസിലേക്കൊക്കെ പോവാൻ വേണ്ടിട്ട് പിന്നെ അവർ പിന്നെ അത്രയും ഇഷ്ടപ്പെട്ട ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന പാട്ടുകളൊന്നും കേൾക്കൂല. അതിനെ പറ്റി ഇപ്പം റിലേഷൻഷിപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്, അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺസിനെ പറ്റി പറയുന്ന സമയത്ത് അത് കേൾക്കാൻ താല്പര്യപ്പെടൂല. അതുപോലെ തന്നെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളും ഈവൻ മൂവീസിൽ വരെ അങ്ങനത്തെ സീൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരത് കാണാൻ താല്പര്യപ്പെടൂല. അങ്ങനെയുള്ള വാർത്തകളോ ന്യൂസസോ ഒന്നും കേൾക്കാൻ താല്പര്യപ്പെടില്ല. കാരണം അവർക്കറിയാം ഇതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവരെ ബറി ചെയ്തിട്ടുള്ള ഇമോഷൻസ് വീണ്ടും വരും. ചിലപ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു മെക്കാനിസത്തിന്, ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജസ്, നമുക്ക് ഓരോ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ക്രൗളിങ്, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ വാക്കിംഗ്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇപ്പം ക്രൗൾ ചെയ്യുന്ന ഒരു മുട്ടിലെഴുന്ന കുട്ടിക്ക് കുറച്ചുകൂടെ ഒരു ഇന്റിമസിയും കെയറും സ്നേഹവും ഒക്കെ കിട്ടുന്ന സമയത്തും നടക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടി വിചാരിക്കും ഓക്കെ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ, ഇതിൽ കുറച്ചുകൂടെ സ്നേഹമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ നടക്കാൻ സ്റ്റാർട്ട് ചെയ്ത കുട്ടി മുട്ടിലെഴയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ ഒരു ബാക്ക്വേർഡ് ഡെവലപ്മെന്റ്, അവൻ ലേറ്റർ സ്റ്റേജിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഒരു വീട്ടില് രണ്ട് പിള്ളേരുണ്ട്. ഒരാൾ മുട്ടിലെഴയുന്ന പ്രായമാണ്, രണ്ടാമത്തെ ആൾ നടക്കുന്ന പ്രായമാണെന്ന് വിചാരിക്കാം. സോ ചെറിയ കുട്ടിക്ക്, മുട്ടിലെഴുന്ന കുട്ടിക്ക് കുറച്ച് റിവാർഡ് ഓൾറെഡി എവിഡൻസ് ഇല്ല. അപ്പം ഇൻ ബിറ്റ്വീൻ ഇവർ പറയും ഭാര്യയ്ക്കും അങ്ങനത്തെ വേറെ റിലേഷൻഷിപ്സ് ഉണ്ട്. അങ്ങനെ അവർ ചെയ്ത ഭാര്യയുടെ അടുത്തുള്ള മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇതിലുള്ള ഫീമെയിലിനെ കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്തിട്ട് നീയാണ് മിസ്റ്റേക്ക് ചെയ്ത് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെനാണ് കമ്മിറ്റ് ചെയ്തത് അഡൽട്ടറി, പക്ഷെ ഭാര്യയുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ് ഇന്റലക്ച്വലൈസേഷൻ. ഇന്റലക്ച്വലൈസേഷനിൽ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഇപ്പം ഒരു കപ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അതിലൊരു പാർട്ട്ണറിന് ക്യാൻസർ ആണ്. അപ്പൊ ക്യാൻസർ ആവുന്ന സമയത്ത് ഇവർ അതിനെ ഇമോഷൻ വെച്ച് ഡീൽ ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസോർഡേഴ്സിനൊക്കെ പറ്റി പഠിച്ചിട്ട് ഈ മുടി കൊഴിയുന്നത് ഇതുകൊണ്ടാണ്, ഇത് മാറും, അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഇമോഷണലി ഒട്ടും ഡീൽ ചെയ്യാണ്ട് മൊത്തം ഇന്റലക്ച്വൽ ആയിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇന്റലക്ച്വലൈസേഷൻ. ഓക്കെ, അതൊരു ഡിസോർഡർ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും കണക്കാക്കാണ്ട് ഇമോഷണൽ സൈഡ് അഡ്രസ് ചെയ്യാതെ, ഇവർക്ക് ഇമോഷണൽ സൈഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, ഇമോഷണൽ സൈഡ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയായതുകൊണ്ട്, അതിനെയാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഒരാളുടെ മേലുള്ള ദേഷ്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ അത് വേറൊരാളുടെ മേലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോസിന്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടും. അത് നേരെ ആ ദേഷ്യം കൊണ്ടുപോയിട്ട് വീട്ടിലെ ഭാര്യയുടെ അടുത്തോ പിള്ളേരുടെ അടുത്തോ അങ്ങനെയൊക്കെ തീർക്കുവാണെങ്കിൽ അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. എക്സാക്ട്ലി എവിടെയാണോ റിയാക്ഷൻ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാതെ ആരാണോ കുറച്ച് വീക്ക് ആയിട്ടിരിക്കുന്നത് അവരുടെ മുകളിൽ റിയാക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ആൻഡ് ലാസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സിനെ അക്സെപ്റ്റബിൾ ആക്കി മാറ്റുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയും. അപ്പൊ ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആൾ ഒരു ബോക്സിംഗ് പ്ലെയർ ആയിട്ട് മാറുന്നത്, അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വരുവാണെങ്കിൽ അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സൈക്കോ അനലിറ്റിക് തെറാപ്പീസ് ആണ്. അപ്പൊ ഈ കണ്ടീഷനൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം? അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് സൈക്കോ അനലിറ്റിക് തെറാപ്പി. ഇതിൽ സൈക്കോ അനലിറ്റിക് തെറാപ്പിയിൽ
ഇപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, റാപ്പോ ബിൽഡ് ചെയ്യണം, ഇനി കുറച്ച് പ്രോസസ്സുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറ്റുന്നത്ര നമ്മളൊരു ഫ്രീ അസോസിയേഷൻ അവരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ട്രൈ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ ഒരു അസോസിയേഷൻ അവിടെ ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ സൈക്കോളജിസ്റ്റ് ചോദിക്കുക, നിങ്ങളിപ്പം അടുത്തെങ്ങാനും എന്തെങ്കിലും ടൈപ്പിലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ, ഡ്രീംസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അവരുടെ ഡ്രീംസ് വെച്ചിട്ട് അവരുടെ ആ ഒരു സ്റ്റേജസിന് ആ അണ്ടർഗോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കോളജിക്കൽ സ്റ്റേജസിനെ ഇവർ മനസ്സിലാക്കും. ഓക്കെ, അതിലാണ് സൈക്കോ അനലറ്റിക് തെറാപ്പീസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈവൻ ഇൻ ദ കേസ് ഓഫ് ഹിപ്നോസിസിന്റെ ഒക്കെ കേസിലും. കാരണം ഹിപ്നോസിസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ യൂഷ്വലി ഒരു മെന്റൽ ഡിസോർഡർ ആവേണ്ട ആവശ്യമില്ല. ഡിപ്രഷനോ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറോ ഇങ്ങനെ ഏതെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ പീക്കിൽ എത്തുന്ന സമയത്തായിരിക്കും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണും. ഇപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ 2-3 സെഷൻസ് എടുക്കണം. നമ്മുടെ റാപ്പോ ബിൽഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ 2-3 സെഷൻസ് പോകണം. പക്ഷെ ഇവിടെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു സൂയിസൈഡൽ പോയിന്റിൽ നിൽക്കുന്ന ഒരു എഡ്ജിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അവിടെ നമ്മുടെ തെറാപ്യൂട്ടിക് സ്കില്ലൊക്കെ കാണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാണെങ്കിൽ നെക്സ്റ്റ് സെഷൻ കൊടുക്കാൻ അവിടെ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. സോ അങ്ങനെ ഈ ഒരു സൂയിസൈഡൽ പോയിന്റിൽ നിൽക്കുന്ന ഒരാൾക്ക് അവർക്ക് നമ്മളുടെ അടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു മാനസികാവസ്ഥയും ആയിരിക്കില്ല. അത്ര സമയം റാപ്പ് ബിൽഡ് ചെയ്യാനുള്ള സമയമൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ സൈക്കോളജിസ്റ്റ് ഈ മെത്തേഡ്സ് ഹിപ്നോസിസ് ഒക്കെ യൂസ് ചെയ്യാം. ഹിപ്നോസിസ് എനിക്കാണെങ്കിൽ പെട്ടെന്ന് അവരുടെ മൈൻഡിലുള്ള ട്രോമ എന്താണോ അല്ലെങ്കിൽ ആ ഒരു ഈ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാനുണ്ടായിട്ടുള്ള റീസൺ എന്താണോ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. എന്നിട്ട് അവരുടെ മൈൻഡിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ്, ഇപ്പൊ ഒരു റൂമിൽ എല്ലാ കാര്യങ്ങളും മൈൻഡിലെല്ലാം കൂടെ ചെതറി കിടക്കുകയാണ്, അതുപോലെ ഒരു മുറിയിലെല്ലാം ചെതറി കിടക്കുകയാണെങ്കിൽ അത് അടുക്കി പെറുക്കി നല്ല വൃത്തിക്ക് വെച്ചിട്ട് ആവശ്യമില്ലാത്തത് ക്ലോസ് ചെയ്യാം. അതാണ് ഒരു ഹിപ്നോസിസ് ചെയ്യുന്ന സമയത്ത് നടത്തുന്നത്. അതൊക്കെ ഈ സൈക്കോ അനലിറ്റിക് തെറാപ്പിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. അപ്പൊ നമ്മൾ ഇതുവരെ സൈക്കോളജിയുടെ ഹിസ്റ്ററി പറഞ്ഞു, പിന്നെ ഫ്രൂഡിയൻ തിയറീസും ഈഗോ, സൂപ്പർ ഈഗോ, പിന്നെ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൻസൈറ്റിയും അതിനുശേഷം ഡിഫറെന്റ് ഡിഫൻസ് മെക്കാനിസവും ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് സൈക്കോ അനലറ്റിക് തെറാപ്പിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ഫ്രോയിഡിന്റെ തിയറീസും അതുപോലെ തന്നെ ആൽഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ തിയറിയും തമ്മിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ആൽഡർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹം പറയാണ് നമ്മുടെ ബിഹേവിയർ എല്ലാം നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസും സോഷ്യൽ ആക്ടിവിറ്റീസും നമ്മുടെ എൻവിറോൺമെന്റും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്, അങ്ങനെ പറയാണ്. ഓക്കെ, പക്ഷെ ഫ്രോയിഡ് പറഞ്ഞു അങ്ങനെ എൻവിറോൺമെന്റും കാര്യങ്ങളൊന്നും ആയിട്ട് റിലേറ്റഡ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടി ഇതിന് റിലേഷൻ ഉള്ളത് ഈ എൻവിറോൺമെന്റൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഇടയ്ക്കാണ് പിന്നെ ഈ സെൽഫ് കോൺസെപ്റ്റും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും ഈ രണ്ട് കോൺസെപ്റ്റ് ഡിറൈവ് ആവുന്നത്. ഇപ്പൊ നമ്മൾക്കൊരു പെർട്ടിക്കുലർ ബിഹേവിയർ ഉണ്ടാവും, നമ്മുടെ ആഗ്രഹത്തിൽ ഒരു ബിഹേവിയർ ഉണ്ടാവും. നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഇപ്പൊ നമ്മൾ ആരാണ്, നമ്മുടെ ഫോൾസ്, ഫ്ലോസ്, പോസിറ്റീവ് പ്ലസ് കോൺസ് എല്ലാം നമുക്ക് അറിയണ്ടായിരിക്കും. അതാണ് വാട്ട് ഐ ആം. ഓക്കെ, പക്ഷെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയൽ ബിഹേവിയർ ഉണ്ടാവും. ഞാൻ ഇയാളെ പോലെ ആയിരിക്കണം, എന്റെ ബിഹേവിയർ ഇതുപോലെ ആയിരിക്കണം, എനിക്ക് ഇങ്ങനെ ദേഷ്യം ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റണം, എന്റെ സംസാര ശൈലി ഇതുപോലെ ആയിരിക്കണം, ഞാൻ പഠിക്കുന്നത് ഇതുപോലെ ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഒരു സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കണം, ഒരു ഐഡിയൽ ഇമേജ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ യൂഷ്വലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇമേജ്, നമ്മൾ ഇപ്പോൾ ആക്ച്വലി ആരാണോ, പിന്നെ നമ്മൾ ഐഡിയൽ ഇമേജ്, നമ്മൾ ആരാവാനാണോ ആഗ്രഹിക്കുന്നത്, ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ഇതിപ്പോ ഒരു നമ്മൾ ആരാണ് ആവാൻ ആഗ്രഹിക്കുന്നതിനാണ് ഒരു സർക്കിൾ ആയിട്ട് എടുക്കുക, നമ്മളെ പ്രസന്റ് അവസ്ഥയെ ഒരു സർക്കിൾ ആയിട്ട് എടുക്കാം. ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മളും ഇയാളും തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് വരുന്നത്. ഈ രണ്ട് സർക്കിളും മ്യൂച്വലി ഇന്റർസെക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള നമ്മുടെ ക്യാരക്ടർ നമ്മുടെ ഐഡിയൽ ക്യാരക്ടർ ആയിട്ട് മാറി. അപ്പൊ നമുക്കൊരു സെൽഫ് എസ്റ്റീമും സെൽഫ് വർത്ത് ഒക്കെ വരും. മനസ്സിലാവണ്ടോ പറയുന്നേ? കൺഫ്യൂസ്ഡ് ആയോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സോ
ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പൊ എനിക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ആർട്ടിസ്റ്റ് ലെനയുടെ അതേ ക്യാരക്ടേഴ്സ് എനിക്ക് വേണം. അപ്പൊ അതാണ് എന്റെ ഐഡിയൽ ഇമേജ്. എന്റെ ഇമേജ് എന്ന് നോക്കിക്കാണെങ്കിൽ എന്നെ പറ്റിയുള്ള എനിക്കുള്ള ധാരണ സെൽഫ് ഇമേജ്. ഓക്കെ. അപ്പൊ ഈ ഐഡിയൽ ഇമേജും സെൽഫ് ഇമേജും രണ്ടും നല്ല ദൂരത്തിലാണ് വിചാരിക്കുക, രണ്ടുമായിട്ട് കുറെ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മാച്ച് ചെയ്ത് വരുന്നില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഡിപ്രഷൻ ആയിരിക്കും. അയ്യോ ഞാൻ അങ്ങനെ ആവുന്നില്ലല്ലോ, എനിക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ആൻസൈറ്റി വരും, ഡിപ്രഷൻ വരും, നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ കുറഞ്ഞു വരും. അപ്പൊ ഞാൻ ക്യാരക്ടേഴ്സിലേക്ക് മാറ്റം വരുത്തി ചെയ്ത് ആ സെയിം ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ രണ്ടും നമ്മുടെ സെൽഫ് ഇമേജും ഐഡിയൽ ഇമേജ് ആയിട്ടുള്ള ലെനയുടെ ഇമേജും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ടും എക്സാക്ട്ലി സെയിം ആയി. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വരുവാണ്, ആ ഞാൻ ഉദ്ദേശിച്ച ഐഡിയൽ ഇമേജിന് മുകളിൽ ഞാൻ എത്തി. അപ്പൊ നമുക്കൊരു സെൽഫ് എസ്റ്റീമും ഒരു സന്തോഷവും ഒരു ഹാർമണി ഒക്കെ ഉണ്ടാവും. യൂഷ്വലി ഇപ്പം മെജോറിറ്റി ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സും അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ്സിന്റെ മെയിൻ റീസൺ നമ്മുടെ സെൽഫ് ഇമേജും ഐഡിയൽ ഇമേജും മാച്ച് ആവാത്തതാണ്. ഓക്കെ. സോ ഇതിൽ തന്നെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ബിഹേവിയർ, നമ്മുടെ ഫൈനാൻഷ്യൽ സെറ്റപ്പ്, ഇതൊക്കെ മാച്ച്, ഇതിനൊക്കെ നമുക്ക് കോൺസെപ്റ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ പിന്നെ ഇൻകോൺഗ്രൻസും ഉണ്ട്, അതുപോലെ തന്നെ കോൺഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടേംസ് വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ആക്ച്വലൈസേഷൻ ഉണ്ട്, സെൽഫ് ഇമേജ് ഇതാണ്, എനിക്ക് ഐഡിയൽ ഇമേജ് ഇതാവണം എന്നുള്ള ഒരു ആക്ച്വലൈസേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ അറിയണ്ടാവില്ലേ എന്താ അവർക്ക് വേണ്ടത്, എന്താണ് ആവേണ്ടത് എന്നുള്ള ഒരു ധാരണ തന്നെ ഉണ്ടാവില്ല. ഇയാളുടെ ചിലപ്പം എനിക്ക് ലെനയുടെ ക്യാരക്ടറാണ് ഇഷ്ടം, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് വേറൊരാളുടെ ക്യാരക്ടറാണ് ഇഷ്ടം, അത് കഴിഞ്ഞാണ് എന്റെ കൂടെ പഠിക്കുന്ന ഒരാളുടെ ക്യാരക്ടർ ഇഷ്ടം. അങ്ങനെ നമ്മുടെ ഐഡിയൽ ഇമേജ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി അവിടെ ഇല്ലാണ്ടാവുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ്, ഒരു പൂർണ്ണത നമുക്ക് ഫീൽ ചെയ്യില്ല. അതിനാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആക്ച്വലൈസേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺഫിഡൻസ് വേണ്ടി സാധിക്കും. അപ്പൊ അവിടെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഓക്കെ. ഡിപ്രഷൻ, പിന്നെ ഡിഫൻസ് മെക്കാനിസംസ്, റിപ്രഷൻസ്, ഇതിനൊക്കെ കാരണമാണ്. ഓക്കെ. ഡൽഹിയിലൊക്കെ ഒരാളെ കണ്ടു പഠിക്കുന്ന പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഈ ഡിഫൻസ് മെക്കാനിസം കാരണമാണ്. ഓക്കെ. അവിടെയൊക്കെയാണ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷനും കോൺഫിഡൻസ് ഒന്നും മാച്ച് ആയിട്ട് വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അതിൽ ഡിസ്കസ് ചെയ്യുന്ന പേഴ്സൺ സെന്റേർഡ് തെറാപ്പിനെ പറ്റിയിട്ടാണ്. ഈ പേഴ്സൺ സെന്റേർഡ് തെറാപ്പിയിൽ മെയിൻ ആയിട്ട് റോഗറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന 3 കാരണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരു ക്ലയന്റ് ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ലുക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടോ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ പാടില്ല. അവരെ എല്ലാം അതിനെ ഒന്ന് പോസിറ്റീവായിട്ടും എടുക്കാണ്ട് പറ്റില്ല. ഒരു നമ്മുടെ ഇമോഷൻസ് അതിലേക്ക് ഇൻഫ്ലുവൻസ് ആവാത്ത രീതിയിൽ ഒരു തെറാപ്പിസ്റ്റ് ഒരു ക്ലയന്റിനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലയന്റ് പറയുന്നത് അത് നമ്മൾ നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റൻസ് ഉണ്ടാവും, ചിലപ്പോൾ റിജക്ഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇമോഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തത് അവരുടെ അടുത്ത് നമ്മൾ കുറച്ചുകൂടെ എംപാത്തറ്റിക് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്ലയന്റ് വരികയാണ്, അദ്ദേഹത്തിനുള്ള പ്രശ്നം നോക്കിയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കാം. ഒരു മദർ-ഇൻ-ലോ ആണ് വരുന്നത്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്റെ ഡോട്ടർ-ഇൻ-ലോ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രശ്നം, അത് എല്ലായിടത്തും സംഭവിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ആക്കാൻ വേണ്ടി പാടില്ല. കുറച്ചുകൂടെ എംപത്തറ്റിക് ആയിട്ട് കാര്യങ്ങൾ കേട്ടിട്ട് അതിന് പറ്റിയിട്ടുള്ള ഒരു തെറാപ്പി പ്ലാൻ ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ജെനുവിൻനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അത്രയും 3 കാര്യങ്ങൾ നമ്മൾ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് ബിഹേവിയറൽ അപ്രോച്ച്. ഈ ബിഹേവിയറൽ അപ്രോച്ചിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഈ ബിഹേവിയറൽ അപ്രോച്ചിലാണ് പറയുന്നത് ഈ നമ്മുടെ ലേണിങ്ങും അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിനൊരു റിവാർഡ് കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. പണിഷ്മെന്റ് കിട്ടുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ. നമുക്ക് ഇന്നേറ്റ് ആയിട്ട് ജനറ്റിക് ആയിട്ട് ഒരു ബിഹേവിയർ ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ 2 പാരന്റ്സിന്റെ, അമ്മയുടെയും അച്ഛന്റെയും കേസിൽ 2 പേരുടെയും ജീനിൽ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ ജനറ്റിക് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്.
പക്ഷെ അതിന്റെ കൂടെ ഈ എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട് നമ്മളെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ എന്നാണ് ഈ വാട്സൺ ആൻഡ് സ്കിന്നർ പറയുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഇതിന്റെ തിയറീസ് ഒക്കെ പറയുന്ന സമയത്ത് ചില തിയറീസ് കംപ്ലീറ്റ്ലി ബിഹേവിയറിന്റെ മാത്രം ഇന്നേറ്റ് ആയിട്ട് മാത്രമാണ് ബിഹേവിയർ ഉണ്ടാവുന്നത് പറയുന്ന തിയറീസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന് എല്ലാത്തിനും കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വന്നത്. അതിന്റെ കേസിലാണ് രണ്ട് ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് പറയുന്നത്. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പാരന്റ് കണ്ടീഷനിങ്ങും. ഓക്കെ, ഇതിൽ ക്ലാസിക്കൽ കണ്ടീഷൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള പാവ്ലോ ആണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമും അതുപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള ഒരു എക്സ്പെരിമെന്റും ചെയ്തത്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഡോഗിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് സലൈവേഷൻ ഉണ്ടാവും. ഫുഡിന്റെ സ്മെല്ല് ഇവരുടെ സെൻസറി ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസ് ആയിട്ട് സലൈവേഷൻ ഉണ്ടാവും. ഇതിൽ ഫുഡിന് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആയിട്ടും ഉണ്ടാവുന്ന സലൈവേഷന് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടും. കാരണം നമ്മൾ അത് കണ്ടീഷൻ ചെയ്ത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന റെസ്പോൺസ് അല്ല അത്. ഓട്ടോമാറ്റിക്കലി ഫുഡ് കാണുന്ന സമയത്ത് ഡോഗിന് നാവിൽ വെള്ളം വരുന്നു. ഓക്കെ, അത് അൺകണ്ടീഷണൽ റെസ്പോൺസും ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസും ആണ് അവിടെ. ഓക്കെ, ഈ സയന്റിസ്റ്റ് പാവ്ലോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫുഡ് അതിന്റെ ഇടയ്ക്ക് ഒരു ബെല്ല് കൂടെ കൊടുത്തു. അപ്പൊ ബെല്ല് കൊടുത്തിട്ട് ഈ ഡോഗിനെ നിരീക്ഷിക്കുന്ന സമയത്ത് അവിടെ റെസ്പോൺസ് ഇല്ല. കാരണം ഈ ബെല്ലും ഡോഗും ആയിട്ട് ഒരു കാര്യത്തിലും കണക്റ്റഡ് അല്ല. ഓക്കെ, അപ്പൊ ബെല്ലിന് ന്യൂട്രൽ സ്റ്റിമുലസും പിന്നെ സലൈവേഷന് അവിടെ അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആയിട്ട് എടുത്തു. ഓക്കെ, പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ബെല്ല് അടിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത സമയത്ത് പിന്നെ ഫുഡ് കൊടുക്കാതെ ബെല്ലടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സലൈവേഷൻ നടക്കും. അപ്പൊ നമ്മൾ ബെല്ലിന് അവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ്, സലൈവേഷന് കണ്ടീഷൻഡ് റെസ്പോൺസും ആയി. കാരണം ബെല്ലടിക്കുമ്പോഴാണ് സലൈവേഷൻ നടക്കുന്നത്. നമ്മളെ ക്യാരക്ടർ അവിടെ കണ്ടീഷൻ ചെയ്തു. ഓക്കെ, അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെന്റ് ഈ പാവ്ലോ കണ്ടക്ട് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന ഇതിന്റെ കൂടെ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ബിഹേവിയറിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം റോസ്ലി റെയ്ൻ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ഇതിന്റെ ഇൻഫ്ലുവൻസിൽ ഈ ഒരു കുട്ടിയുടെ മേളിൽ ഇതിപ്പം ഡോഗിന്റെ കേസിലാണ് ചെയ്തത്. സെയിം ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ഒരു കുട്ടിയുടെ കേസിൽ കണ്ടക്ട് ചെയ്തു. ഈ കുട്ടിയുടെ പേര് ആൽബർട്ട് എന്നാണ്. എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ഏകദേശം 10 മാസം പ്രായമുള്ള കുട്ടിയാണ്. അപ്പൊ യൂഷ്വലി ഒരു വൈറ്റ് റാറ്റിനെ, ഒരു വെള്ള എലിയെ കാണിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് റെസ്പോൺസ് ഒന്നുമില്ല. അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും ആണ്. പക്ഷെ ലൗഡ് ആയിട്ടുള്ള വോയിസ് കേൾക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഫിയർ അല്ലെങ്കിൽ കരച്ചിൽ കൊണ്ടുള്ള ഒരു ഇമോഷൻ അവിടെ ക്രിയേറ്റ് ആവുകയാണ്. ഓക്കെ, പിന്നെ ഈ ലൗഡ് വോയിസും റാറ്റിനെയും ഒരുമിച്ച് കാണിക്കുന്ന സമയത്ത് കുട്ടി തിങ്ക് ചെയ്യാൻ തുടങ്ങി ഈ റാറ്റും സൗണ്ടും രണ്ടും കൂടെ വരുന്നത് കൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ഫിയർ റെസ്പോൺസ് ക്രിയേറ്റ് ആവാം. പിന്നെ ഈ സൗണ്ട് കേൾക്കാണ്ട് റാറ്റിന് മാത്രം കാണുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ റെസ്പോൺസ് അവിടെ ക്രിയേറ്റ് ആയി. അപ്പൊ ഇത് ഇൻഹ്യൂമൻ എന്റെ കേസിലും അതുപോലെ തന്നെ ഹ്യൂമന്റെ കേസിലും 2 കേസസിലും നടത്തി. ഡോഗിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തത് റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഫിസിയോളജിസ്റ്റ് ആയിട്ടുള്ള ഇവാൻ പാവ്ലോവും ആൽബർട്ടിനെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത് റോസ്ലിക്, റെയ്നർ ആൻഡ് വാട്സൺ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ പഠിച്ച പോലെ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒപ്പാരന്റ് കണ്ടീഷന്റെ കേസിൽ ഇവിടെ റിഫ്ലക്സ് റിയാക്ഷനോ റെസ്പോൺസ് റിയാക്ഷനോ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒപ്പാരന്റ് കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡാർക്ക് ബട്ടൺ, ഒരു വൈറ്റ് ബട്ടൺ ഉണ്ട്. ഇതിൽ ഡാർക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിവാർഡ്, ഒരു റാറ്റിനെ ഇമാജിൻ ചെയ്യാം. ഈ റാറ്റ് ബ്ലാക്ക് ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു കേക്കിന്റെ പീസോ എന്തെങ്കിലും ഒരു ഫുഡ് റിവാർഡ് ആയിട്ട് കൊടുക്കും. വൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോക്ക് ആണ് കിട്ടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ റാറ്റ് വൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാണ്ട് ബ്ലാക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഡോഗ്സിനൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു റിവാർഡ് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ്. ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ കേസിൽ അവിടെ ഒരു കോൺസിക്വൻസ് ഇല്ല, അവിടെ ഒരു അസോസിയേഷനാണ്. ബെല്ലടിച്ചാൽ ഫുഡ് കിട്ടും. അല്ലെങ്കിൽ ഈ ലോങ് വോയിസ് റാറ്റിന് കൂടെ ലൗഡ് വോയിസ് കൂടെ കേൾക്കുന്ന സമയത്ത് കുട്ടിക്ക് പേടിയാവുന്നില്ല. അപ്പൊ അത് അവിടെ ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ
ഒരു കൺസിക്വൻസ് ആണ്. ചിലപ്പോൾ പോസിറ്റീവ് കൺസിക്വൻസ് പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ അത് തന്നെ ഇപ്പൊ ഒരു കുട്ടി വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള ഒരു കുട്ടിക്ക് വെജിറ്റബിൾസ് നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിസേർട്ട് ഒരു ഐസ്ക്രീം കൊടുക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിക്ക് അത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഒരു കുട്ടിക്ക് വെജിറ്റബിൾ കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിരിക്കുവാണ്, നമ്മൾ പറയാം ഇത് മുഴുവൻ കഴിച്ചിട്ടുണ്ട് എണീറ്റാൽ മതി, അല്ലെങ്കിൽ ടേബിളിന് മേലെ എണീക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ റീഎൻഫോഴ്സ് ആവുന്നുണ്ട്, പക്ഷെ ഇതൊരു നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ പോസിറ്റീവ് പണിഷ്മെന്റും ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റും ഉണ്ട്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ സ്കോൾഡ് ചെയ്യാണ്, ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. പക്ഷെ അതല്ലാണ്ട് ആ കുട്ടീനെ കുറച്ചു നേരം പുറത്ത് നിർത്തുക, അപ്പൊ ആ ക്ലാസ് കുട്ടിക്ക് മിസ്സാവല്ല, അപ്പൊ അതൊരു നെഗറ്റീവ് പണിഷ്മെന്റിന്റെ കേസിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കി ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒപ്പാരന്റ് കണ്ടീഷനിങ് യൂസ് ചെയ്യും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷന്റെ കേസിൽ ഇപ്പം ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻകറേജ്മെന്റ്, പോസിറ്റീവ് എൻകറേജ്മെന്റ് കൊടുക്കാം. ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെഗറ്റീവ് പണിഷ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ബിഹേവിയറിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ബിഹേവിയറൽ തെറാപ്പി നമുക്ക് എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോബിക് ഡിസോർഡേഴ്സും അതുപോലെ തന്നെ OCD, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പാനിക് ഡിസോർഡേഴ്സ്, ഹാബിറ്റ് ഡിസോർഡേഴ്സ്, പിന്നെ സെക്ഷൽ ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ, സോഷ്യൽ സ്കിൽസ് ഒക്കെ കുറയുവാണെങ്കിൽ അവിടെ നമുക്ക് എന്താ ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബിഹേവിയറൽ തെറാപ്പീസ് ആണ്. ഇപ്പൊ റിലാക്സേഷൻ തെറാപ്പി ഉണ്ട്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി, ബയോ ഫീഡ്ബാക്ക്, പിന്നെ ഈ സ്മോക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡ്രിങ്ക് ചെയ്യുന്നവർക്കൊക്കെ അവേർഷൻ തെറാപ്പി കൊടുക്കും. ഇൻ ദ സെൻസ് അവരുടെ കയ്യിൽ ഇപ്പം സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗരറ്റ് പിടിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ കണ്ടീഷൻ ചെയ്യുകയാണ്, ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് സിഗരറ്റ് പിടിച്ച് ചുണ്ടിനെ അടുപ്പിക്കുമ്പോൾ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അവര് പിന്നെ ഈ ഇത് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാണ്ട് തന്നെ സിഗരറ്റ് കൊണ്ടുവരുമ്പോൾ അവർക്ക് വിട്ടേക്ക് എറിയാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ആവും. ഓക്കെ, അങ്ങനെ അവേർഷൻ തെറാപ്പി അത് ADHD പേഷ്യൻസിന്റെ ഒക്കെ കേസിലാണ് അത് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഹാബിറ്റ് റിവേഴ്സൽ തെറാപ്പി, ഷേപ്പിംഗ്, അങ്ങനെയുള്ള കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, CBT, ഇങ്ങനെയുള്ള കുറച്ച് തെറാപ്പീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കുറച്ച് ഡിസോർഡേഴ്സ് എന്നുവെച്ചാൽ ബിഹേവിയറൽ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോബിക് ഡിസോർഡേഴ്സും OCDയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി ചോദിക്കാൻ സാധ്യത ഉണ്ട്, സൈക്കോ പാത്തോളജിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷനിങ് ചോദിക്കാം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പാരന്റ് കണ്ടീഷനിങ്ങും ചോദിക്കാം. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിന്റെ ഡിഫൻസ് മെക്കാനിസം ചോദിക്കാം, സൈക്കോസെക്ഷൻ സ്റ്റേജസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ മാം, നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. ഒരുപാട് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡയഗ്നോസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്താലോ? എന്നാല് എന്നാ ചെയ്യണ്ടേ? ഇന്ന് എടുക്കണമല്ല? എന്താ ചെയ്യാ?